ഹായ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. നമുക്കിന്ന് അല്ലിപ്പിടി അല്ലെങ്കിൽ പാൽ കൊഴുക്കട്ട എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അല്ലിപ്പിടി അല്ലെങ്കിൽ പാൽ കൊഴുക്കട്ട ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയാണ്. ഇടിയപ്പത്തിനും പത്തിരിക്കെല്ലാം യൂസ് ചെയ്യുന്ന അതേ അരിപ്പൊടി തന്നെയാണ്. നമുക്കിതിലേക്ക് ആദ്യം ഒരു 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. പൊടി വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം ചൂടാവാനായിട്ട് വെച്ചിരുന്നു. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഓരോ പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ പൊടി ഇവിടെ നന്നായിട്ട് ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ പൊടി ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്ത് ചെറിയ ബോൾസ് ഉണ്ടാക്കിയെടുക്കണം. ഇതുപോലെ ചെറിയ ബോൾസ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പിൽ ചെയ്യാം. ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്യാം. ബോൾസിൻ്റെ വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. പക്ഷേ ചെറിയ ബോൾസാക്കി എടുക്കുന്നതായിരിക്കും എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക. ഈ രീതിയിലെല്ലാം ചെയ്തെടുക്കാം. ഞാനിതിവിടെ ഈ ഒരു ഷേപ്പിലെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തേങ്ങാപ്പാലിൽ ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു പാനിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 2-ാം പാലാണ്. 2.5 കപ്പ് 2-ാം പാലുണ്ട്. ഞാനിവിടെ 2 കപ്പ് തേങ്ങയിൽ നിന്നാണ് തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് തിളച്ച് വരണം. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ബോൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ബോൾസ് ചേർത്ത് കൊടുക്കാം. എപ്പോഴും തേങ്ങാപ്പാൽ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമാണ് ബോൾസ് ചേർത്ത് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ പൊടി തേങ്ങാപ്പാലിലേക്ക് മിക്സ് ആയിക്കൊണ്ടിരിക്കും. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. മധുരത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ കൊഴുക്കട്ടയ്ക്ക് കുറച്ച് മധുരം ഉള്ളിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൊടി വാട്ടുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് ഒരു 15 മിനിറ്റ് നമുക്ക് ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കണം. അടപ്പ് ഇതുപോലെ പകുതി ഇത്രയും ഭാഗം മാത്രം അടച്ച് ഇത് വേവിച്ചെടുക്കുക. അല്ലെങ്കിൽ പാല് തിളച്ച് വെളിയിലേക്ക് ചാടിപ്പോവും. അതുപോലെ ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കുകയും ചെയ്യും. ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു 3 ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു ചെറിയൊരു പീസ് ചുക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചതച്ചെടുക്കണം. ഇവിടെ ഇപ്പോൾ കൊഴുക്കട്ട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് 2.5 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചത്. പക്ഷെ നമുക്ക് 3 കപ്പ് 2-ാം പാൽ വരെ ആവാം. എനിക്കിതിപ്പോൾ ഒരു കുറച്ച് കുറവ് തോന്നിയതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. പക്ഷേ 2 കപ്പ് തേങ്ങയിൽ നിന്ന് തന്നെ പാലെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1-ാം പാൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് ചതച്ച് വച്ചിരിക്കുന്ന ഏലക്കയും ചുക്കും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് കൂടെ ചേർക്കാം. എന്നിട്ടിത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ പാൽ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.